വൈഡ് പോയ ബോൾ സിക്സ് അടിക്കാനുള്ള ശ്രമം ഫെച്ച് ചെയ്ത് വിൽ ജാക്സിന്റെ പന്ത് നേരെ ഫിൽ സോൾട്ടന്റെ കൈകളിൽ ഏൽപ്പിച്ച് 42 പന്തുകളിൽ നിന്നും 89 റൺസ് നേടിക്കൊണ്ട് സഞ്ജു സാംസൺ തിരികെ ഡഗ്ഔട്ടിലേക്ക് പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ് കോച്ച് ഗൗതം ഗംഭീർ, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, എല്ലാവരും തന്നെ. പ്രധാനമായും ആ ഇന്നിങ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യ എത്തി നിൽക്കുന്ന സ്റ്റേജ് സഞ്ജു പുറത്തായപ്പോൾ 13.1 ഓവറിൽ 160 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിലാണ്. അതിൽ തന്നെയാണ് ബാറ്റുണ്ട്. 13 ഓവർ 160 റൺസ്. എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് 220 വേണമെന്ന് പറയുന്ന അടുത്ത് നിന്ന് ഇത്രയും എത്തിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. 7 സിക്സ് 8 4 ആ ബൗണ്ടറി കൺവേർഷൻ തന്നെ നിങ്ങൾ നോക്കി പ്രിയപ്പെട്ട പ്രേക്ഷകർ. അതായത് 74 റൺസാണ് ബൗണ്ടറീസിലൂടെ മാത്രമായിട്ട് സഞ്ജു നേടുന്നത്. ബാക്കി 15 റൺസ് മാത്രമാണ് ഓടിയെടുത്തേക്കുന്നത്. ആ ബൗണ്ടറി കൺവേർഷനിലുണ്ട്. എല്ലാം സ്ട്രൈക്ക് റേറ്റ് ഓഫ് 211.9. ഇന്നലെ ഫിന്നലൻ്റെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ കണ്ടത് 303 ആണ്. അതൊരു മാജിക്കൽ ഇന്നിങ്സ് ആയിരുന്നു. 33 പന്തിൽ നിന്ന് സെഞ്ചുറി എങ്കിൽ ഇവിടെ നോക്കിയും കളിക്കുന്നുണ്ട്, എന്നാൽ ആക്സലറേറ്റ് ചെയ്തും കളിക്കുന്നുണ്ട്. അങ്ങനെ 42 പന്ത് എണ്ണി പറഞ്ഞ 7 ഓവറിൽ നിന്ന് 89 റൺസ് ടീമിന് വേണ്ടി അടിച്ചു കൂട്ടിയിട്ടാണ് സഞ്ജു വിശ്വനാഥൻ സാംസൺ തിരികെ ഡഗ്ഔട്ടിലേക്ക് മടങ്ങുന്നത്. ഹിയർസ് ഡൺ ഹിസ് റോൾ. 97 റൺസ് കഴിഞ്ഞ മത്സരത്തിൽ, 89 റൺസ് ഈ മത്സരത്തിൽ. ചെക്ക് വെക്കാൻ ഇനി ആരുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മൾ ഫോമിൽ നിൽക്കുകയാണ്, അഭിഷേക് ശർമ്മ ഫോമിൽ നിൽക്കുകയാണ്, ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്തുള്ള ഇവരുടെയൊക്കെ ഫോമിൻ്റെ റൺസ് ഒന്നുമല്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇതെന്ന് സൂചിപ്പിക്കേണ്ടി വരും. വെസ്റ്റ് ഇൻഡീസിനെതിരെ നിർണായക മത്സരത്തിൽ സെമിയിലേക്ക് കടന്നേ പറ്റൂ എന്ന് കഴിഞ്ഞ മത്സരത്തിൽ ഇതാ സെമിയിൽ നിന്ന് ഫൈനലിലേക്ക് പോകുന്ന മത്സരത്തിലും സഞ്ജു ചേട്ടൻ ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ മാറ്റി നോക്കി വിമർശകരെ എന്നാണ് ആ ബാറ്റ് കൊണ്ടുള്ള മറുപടി. എന്തായാലും വണ്ടർഫുൾ ഇന്നിങ്സ്. അത് എടുത്തു പറയേണ്ട, ഇപ്പം ഔട്ടായതിനെ പറ്റി വിമർശിക്കാനൊന്നും നമ്മൾ തയ്യാറാകുന്നില്ല. ഈ ഇന്നിങ്സിന് വിമർശനങ്ങൾക്ക് അതീതമാണ്. ഇത് വിമർശിക്കാനുള്ള ഒരു ഇന്നിങ്സും അല്ല. ബട്ട് വിൽ ജാക്സിൻ്റെ പന്തിൽ സഞ്ജു സാംസൺ പുറത്താവുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉള്ളിലുണ്ട്. വിൽ ജാക്സ് ഹസ് ബീൻ കൺസിസ്റ്റൻറ്റ് ഫോർ ഇംഗ്ലണ്ട് ടീം. ഈ ടൂർണമെൻറ്റിലുടനീളം തന്നെ അദ്ദേഹം തന്നെയാണ് ഈ പ്രധാനപ്പെട്ട വിക്കറ്റും എടുക്കുമ്പോഴേക്കും സ്വാഭാവികമാണ്. കാരണം വിൽ ജാക്സിന് തന്നെ വേണമായിരുന്നു ആ വിക്കറ്റ്. വേറെ ആരുടെ കയ്യിലും കിട്ടിയാലും അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. പേഴ്സൺ ഹസ് ബീൻ സപ്പോർട്ടിങ് ഇംഗ്ലണ്ട്. ഇത്രയും മത്സരങ്ങളിൽ 4 മത്സരങ്ങളിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയ അതേ വിൽ ജാക്സ് തന്നെ ഇപ്പോഴിതാ സഞ്ജു സാംസണിൻ്റെയും വിക്കറ്റുകൾ എടുത്ത് നിൽക്കുന്നു. 42 പന്തുകളിൽ നിന്നും 89 റൺസ് നേടിയ ഗംഭീര ഇന്നിങ്സ്. ലൈക്ക് 97 റൺസ് 50 പന്തുകളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പുകഴ്ത്തിയ ആ ഇന്നിങ്സ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ എഴുതി വെക്കാൻ കഴിയുന്ന ഒരു കിടില ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിൽ നിന്ന്. നെഞ്ചൊക്കെ ഇടിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത്. അത്രയും ടെൻഷനായിരുന്നു ഓരോ പന്തുകൾ സഞ്ജു ഫേസ് ചെയ്യുമ്പോൾ. ലോഫ്റ്റഡൊക്കെ അടിക്കുമ്പോൾ ആ പവർ കാരണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 6 ആണ്. പക്ഷേ ഈ പന്ത് ഫെച്ച് ചെയ്താണ് അടിച്ചത്. വൈഡ് ബോൾ ഫെച്ച് ചെയ്ത് കവേഴ്സിലൂടെ ഒരു 6 അടിക്കാനുള്ള ശ്രമം. ഈസ് നോട്ട് സെൽഫിഷ്. അതായത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്, സെഞ്ചുറി അടിക്കാൻ വേണ്ടി വേണമെങ്കിൽ സിംഗിൾസും ഡബിൾസും ഒക്കെ അടിച്ചെടുത്ത് ഒരു 50 പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിന് സെഞ്ചുറി പുല്ലുപോലെ അടിക്കാമായിരുന്നു. ബട്ട് അദ്ദേഹം ഒരു 6 അടിക്കാനാണ് ശ്രമിച്ചത്. ഈ പ്ലേഡ് ഫോർ ഹിസ് ടീം ആൻഡ് അവസാന നിമിഷം അത് സെഞ്ചുറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിൽ നോട്ട് ഔട്ട് 97, ഈ മത്സരത്തിൽ സെഞ്ചുറി അടിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് സെഞ്ചുറിക്ക് വർത്തായിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഇന്നിങ്സ് കളിച്ചിട്ടാണ് സഞ്ജു തിരികെ ഡഗ്ഔട്ടിലേക്ക് പോകുന്നത്. ഇന്ത്യക്ക് എന്ത് സ്റ്റാർട്ടാണോ വേണ്ടത് ആ സ്റ്റാർട്ട് നൽകിക്കൊണ്ടാണ് സഞ്ജു സാംസൺ ഇന്നത്തെ ദിവസവും സഞ്ജുവിൻ്റേതാക്കി മാറ്റിയത്. ഇനി ടീമിന് ഫേവറബിൾ ആയിട്ടൊരു റിസൾട്ടും കൂടി വേണം. ഓട്ടോമാറ്റിക്കലി സഞ്ജു വിൽ ബി ദ സ്റ്റാർ ഓഫ് ദ നൈറ്റ്. ആ രീതിയിൽ തന്നെയാണ് മത്സരം പോകുന്നത്. ബട്ട് ഹ്യൂജ് ക്രെഡിറ്റ്സ് ടു സഞ്ജു സാംസൺ. അദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിഞ്ഞ മത്സരം കളിച്ചത് അതേപോലെ തന്നെ ഈ മത്സരത്തിലും കളിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.